ഹലോ നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. വെൽക്കം ടു ലേണിനോ. ലേണിനോ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മലയാളം കറണ്ട് അഫയേഴ്സ്. ഓക്കെ, കേരളയിലും നമ്മുടെ ഇന്ത്യയുടെ കറണ്ട് അഫയേഴ്സ് എല്ലാം ക്ലബ് ചെയ്ത് ആഴ്ചയിൽ ഒരു ക്ലാസ് എന്നുള്ള ബേസിസിൽ ആഴ്ചയിലെ എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുള്ള ആഴ്ചയിൽ ഒരു ക്ലാസ്, അതായത് ഒരു മാസത്തിൽ 4 ക്ലാസ്സസ് ഉണ്ടാവും. കറണ്ട് അഫയേഴ്സ് എന്നുള്ള ബേസിസിൽ തുടങ്ങിയിട്ടുള്ള പുതിയൊരു കോഴ്സാണ് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, മലയാളത്തിലായിരിക്കും ഇത്. ഇംഗ്ലീഷിൽ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആൻഡ് വീക്ക്ലി കറണ്ട് അഫയേഴ്സ്. ഇത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ബേസിസിലാണ്. സോ ഞാനിപ്പോൾ ഈ ഡിസംബർ മാസത്തിന്റെ 1 തൊട്ട് 10 വരെ ഒരു ക്ലാസ്സും 11 to 20, 20 to 30 അങ്ങനെ ആ ഒരു ബേസിസിലാണ് ഈ മാസം മാത്രം കറണ്ട് അഫയേഴ്സ് കൊണ്ടുപോകുന്നത്. അടുത്ത മാസം തൊട്ട് ആഴ്ചയിൽ ഒരിക്കൽ വീക്ക്ലി ബേസിസിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ കറണ്ട് അഫയേഴ്സ് ഇൻ മലയാളം. ഓക്കെ, മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ലേണിനോല് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചാനൽസും മാക്സിമം ഇംഗ്ലീഷിലായിരിക്കും കറണ്ട് അഫയേഴ്സിലെ. സോ ആദ്യമായിട്ട് മലയാളത്തിൽ കറണ്ട് അഫയേഴ്സ് ലേണിനോ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും അത് നന്നായി യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക, നോട്ട് എഴുതിയെടുക്കുക. ആൻഡ് ഇപ്പോൾ ഈ വരുന്ന LDC 2024 എന്തായാലും ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കണം. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, സോ നമുക്ക് ഐശ്വര്യമായിട്ട് ഈ ഒരു കോഴ്സിന്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ 1 to 10 ഡിസംബർ ആണ് ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോണത്. മാക്സിമം ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ദിവസത്തെ 5 ക്വസ്റ്റ്യൻ എടുത്തിട്ട് 50 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഈ ഒരു സെഷനിൽ ഉള്ളത്. സോ അങ്ങനെ നമുക്ക് 2 സെഷൻ കൂടെ ഉണ്ടാവും ഈ മാസം. നമ്മൾ ജനുവരി തൊട്ടിട്ട് ഓരോ ആഴ്ചയും പ്രോപ്പറായിട്ട് കുറച്ച് നമ്പർ ഓഫ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം. ഓക്കെ, സോ നമുക്ക് ഐശ്വര്യമായിട്ട് ഈ ഒരു കറണ്ട് അഫയേഴ്സ് ഇൻ മലയാളം സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ 1 to 10th December 2023 കറണ്ട് അഫയേഴ്സ്, ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ന്യൂസ് മാത്രം ഇന്ത്യയും കേരളയും ക്ലബ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1, ആദ്യത്തെ ക്വസ്റ്റ്യൻ. അടുത്തിടെ അംഗനവാടി കുട്ടികൾക്കായി ഹോട്ട് കുക്ക്ഡ് മീൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. അടുത്തിടെ അംഗനവാടി കുട്ടികൾക്കായി ഹോട്ട് കുക്ക്ഡ് മീൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് ആൻസർ. ഓക്കെ, ഉത്തർപ്രദേശാണ് ഉത്തരം. റൈറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 2023 കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ IFFK ആദരിക്കുന്ന ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ. റിപ്പീറ്റ് ചെയ്യാം. 2023 കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ IFFK ആദരിക്കുന്ന ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ ആരാണ്? മൃണാൾ സെൻ ആണ് ആൻസർ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 3. തോപ്പിൽ ബാസി ഫൗണ്ടേഷന്റെ 2023 തോപ്പിൽ ബാസി പുരസ്കാരത്തിന് അർഹനായത് ആര്? തോപ്പിൽ ബാസി ഫൗണ്ടേഷന്റെ 2023 തോപ്പിൽ ബാസി പുരസ്കാരത്തിന് അർഹനായത് നടനായിട്ടുള്ള മധുവാണ്. ഓക്കെ, മധുവാണ് അർഹനായിട്ടുള്ളത്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 4. പ്രബോധന ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്വാമി ആനന്ദതീർത്ഥൻ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആനന്ദതീർത്ഥൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? എന്നോട് പറയാം. പ്രബോധന ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്വാമി ആനന്ദതീർത്ഥൻ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആനന്ദതീർത്ഥൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആൻസർ പെരുമാൾ മുരുകൻ. സോ അദ്ദേഹത്തിനാണ് ആ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നേടിയതാര്? കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നേടിയത് M. ശ്രീശങ്കർ. ഓക്കെ, M. ശ്രീശങ്കർ ആണ്. ലോങ് ജമ്പ് ആണ് കാറ്റഗറി. അദ്ദേഹത്തിന്റെ കാറ്റഗറി. M. ശ്രീശങ്കർ. ഓക്കെ, ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ. അവയവം സ്വീകരിക്കുന്നവർക്കും ദാതാക്കൾക്കും വേണ്ടി കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന കായികമേള. അവയവം സ്വീകരിക്കുന്നവർക്കും ദാതാക്കൾക്കും വേണ്ടി കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന കായികമേള, അതിന്റെ പേരാണ് ട്രാൻസ്പ്ലാന്റ് ഗെയിംസ്. ഓക്കെ,
സോ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള ആ പേരിൽ നിന്ന് എടുത്ത ട്രാൻസ്പ്ലാന്റ് ഗെയിംസ് ആണ് ആ കായികമേളത്തിന്റെ പേര്. അവയവം സ്വീകരിക്കുന്നവർക്കും ദാതാക്കൾക്കും വേണ്ടി കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന കായികമേള ട്രാൻസ്പ്ലാന്റ് ഗെയിംസ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 2025 വരെ പുതിയ HIV അണുബാധ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിക്കാൻ ഒരുങ്ങുന്ന പുതിയ ക്യാമ്പയിന്റെ പേരെന്ത്? ഓക്കെ, 2025 വരെ പുതിയ HIV അണുബാധ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിക്കാൻ ഒരുങ്ങുന്ന പുതിയ ക്യാമ്പയിന്റെ പേര് സീറോ ന്യൂ HIV ഇൻഫെക്ഷൻസ് ബൈ 2025. സോ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് അതിന്റെ ആൻസർ, സീറോ ന്യൂ HIV ഇൻഫെക്ഷൻ ബൈ 2025. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യം, റെയിൽ പാളങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ റെയിൽവേ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയുടെ പേര്. റെയിൽ പാളങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ റെയിൽവേ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യ ഏതാണ്? ഗജരാജ സുരക്ഷ. ഗജരാജ സുരക്ഷയാണ് ആ ഒരു സാങ്കേതിക വിദ്യയുടെ പേര്. ഓക്കെ, ഗജരാജ സുരക്ഷ. റെയിൽ പാളങ്ങളിൽ ഈ കാട്ടാനകളുടെ ആക്സിഡൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പുതിയ ഒരു സാങ്കേതിക വിദ്യയാണ് ഗജരാജ സുരക്ഷ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, രാമാശ്രമം ഉണ്ണിരിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത്. പത്താമത്തെ ചോദ്യം, 2023 UN കാലാവസ്ഥ ഉച്ചകോടി COP28 വേദി. 2023 UN കാലാവസ്ഥ ഉച്ചകോടിയായിട്ടുള്ള COP28 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 28 വേദിയായത് ഏത് രാജ്യമാണ്? ദുബായ്. ഓക്കെ, സോ ദുബായ് ആണ് കറക്റ്റ് ആൻസർ. 11ാമത്തെ ക്വസ്റ്റ്യൻ, കൊച്ചി കപ്പൽശാല നിർമ്മിച്ച നാവികസേനയ്ക്ക് കൈമാറിയ യുദ്ധക്കപ്പലുകൾ. കൊച്ചി കപ്പൽശാല നിർമ്മിച്ച നാവികസേനയ്ക്ക് കൈമാറിയ യുദ്ധക്കപ്പലുകളുടെ പേര്. INS മാഹെ, INS മൽവാൻ, INS മൻഗ്രോൾ. ഓക്കെ, 3 പേരുകൾ ഓർത്തു വെക്കുക. INS മാഹെ, INS മൽവാൻ, പിന്നെ INS മൻഗ്രോൾ. കൊച്ചി കപ്പൽശാലയാണ് ഈ യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. സോ ഇതാണ് ആ യുദ്ധക്കപ്പലിന്റെ ഇമേജ്. ഇത് ദുബായിൽ നടന്ന UN കാലാവസ്ഥ ഉച്ചകോടിയുടെ ഒരു ഇമേജ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷിയെ ജീൻ എഡിറ്റിംഗിലൂടെ പുനഃസൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന രാജ്യം. ഇതാണ് ഡോഡോ പക്ഷി. വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷിയെ ജീൻ എഡിറ്റിംഗിലൂടെ പുനഃസൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന രാജ്യം മൗറീഷ്യസ്. മൗറീഷ്യസ് ആണ് ആ രാജ്യം. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഇത് പഴയ ലോഗോ ആണ്, ഇത് പുതിയ ലോഗോ. ഓക്കെ, നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ലോഗോയിൽ ദേശീയ ചിഹ്നമായി അശോക സ്തംഭത്തിന് പകരം ഇടം പിടിച്ചത് എന്താണ്? ധന്വന്തരിയുടെ ചിത്രം. ഓക്കെ, സോ അശോക സ്തംഭമായിരുന്നു മുൻപ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ലോഗോന്റെ സെന്ററിൽ ഉണ്ടായിരുന്നത്. ഇപ്പോ ആ ഒരു അശോക സ്തംഭത്തിന് പകരം ഇടം പിടിച്ച ഇമേജ് എന്ന് പറയുകയാണെങ്കിൽ ധന്വന്തരിയുടെ ചിത്രമാണ്. ഓക്കെ, സോ ദ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ലോഗോയിൽ ദേശീയ ചിഹ്നമായി അശോക സ്തംഭത്തിന് പകരം ഇടം പിടിച്ചത് ആരുടെ ചിത്രം? ധന്വന്തരിയുടെ ചിത്രം. അടുത്ത ക്വസ്റ്റ്യൻ 14. ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പൊളോറിമീറ്റർ സാറ്റലൈറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പൊളാരിമീറ്റർ കേട്ടിട്ടുണ്ട് അല്ലെ? എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റിന്റെ പേരെന്താണ്? എക്സ്പോസാറ്റ്. എക്സ്റേ പൊളാരിമീറ്റർ സാറ്റ്. ഓക്കെ, എക്സ്പോസാറ്റ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റിന്റെ പേര്. എക്സ്പോസാറ്റ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള പോർട്ടലിന്റെ പേര്.
റിപ്പീറ്റ് ചെയ്യാം. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ആക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള പോർട്ടലിന്റെ പേര് കെ സ്മാർട്ട്. കെ സ്മാർട്ട്. കെ സ്മാർട്ട് എന്നാണ് ആ ഒരു പോർട്ടലിന്റെ പേര്. 16ാമത്തെ ക്വസ്റ്റ്യൻ. 4 വീലർ ലൈസൻസ് ലഭിക്കുന്ന ഇരു കൈകളും ഇല്ലാത്ത ഏഷ്യയിലെ ആദ്യ വനിത ജിലുമോൾ. ജിലുമോളുടെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 വീലർ ലൈസൻസ് ലഭിക്കുന്ന ഇരു കൈകളും ഇല്ലാത്ത ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിത ജിലുമോളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 17. കൊനേരു ഹംപിക്കും ഹരിക ദ്രോണവല്ലിക്കും പിൻഗാമിയായി ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാം ഇന്ത്യൻ വനിത. കൊനേരു ഹംപി ആദ്യത്തെ ഇന്ത്യൻ വനിത, ഹരിക ദ്രോണവല്ലി രണ്ടാമത്തെ ഇന്ത്യൻ വനിത ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്നത്. ഇപ്പോൾ ചോദിക്കുന്നത് മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? ആർ വൈശാലി. ആർ വൈശാലിന്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൊനേരു ഹംപിക്കും ഹരിക ദ്രോണവല്ലിക്കും പിൻഗാമിയായി ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാം ഇന്ത്യൻ വനിത ആർ വൈശാലി. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നേവി ദിനം 2023 എന്നാണ് ആചരിക്കുന്നത്? ഡിസംബർ 4-നാണ് ഇന്ത്യൻ നേവി ദിനം അല്ലെങ്കിൽ ഇന്ത്യൻ നേവി ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ ഡിസംബർ 4. സോ എന്തിന് അനുസ്മരിക്കുന്നതിനാണ് ഈ ഒരു ദിവസം ഡിസംബർ 4 ഇന്ത്യൻ നേവി ദിനമായിട്ട് ആചരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്തെ തന്ത്രപരവും വിജയകരവുമായ ഓപ്പറേഷൻ ട്രൈഡന്റ് ഓർത്തു വയ്ക്കുക. ഓപ്പറേഷൻ ട്രൈഡന്റിനെ അനുസ്മരിക്കുന്നതിനാണ് ഈ ഒരു ഡിസംബർ 4 എന്ന് പറയുന്നത് ഇന്ത്യൻ നേവി ദിനമായിട്ട് ആചരിക്കുന്നത്. സോ 2023 ഇന്ത്യൻ നേവി ഡേ അല്ലെങ്കിൽ ഇന്ത്യൻ നേവി ദിനത്തിന്റെ തീം മാരിടൈം ഡൊമൈനിലെ പ്രവർത്തന കാര്യക്ഷമത, സന്നദ്ധത, ദൗത്യനേട്ടം എന്നാണ്. സോ ഈ ഒരു തീമും ഓർത്തു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 19ാമത്തെ ചോദ്യം. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവ ജേതാക്കൾ മലപ്പുറം ടീം. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവ ജേതാക്കൾ മലപ്പുറം ടീം. 20ാമത്തെ ക്വസ്റ്റ്യൻ. 2023 ഡിസംബറിൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേര് മിഗ്ജോം അല്ലെങ്കിൽ മിഷോങ് എന്ന് പറയും. ആ പേര് സജസ്റ്റ് ചെയ്തത് മലേഷ്യയാണ്. ഓക്കെ, സോ 2023 ഡിസംബറിൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേര് മിഗ്ജോം അല്ലെങ്കിൽ മിഷോങ്. അടുത്ത ക്വസ്റ്റ്യൻ 21. PG സംസ്കൃതി കേന്ദ്രത്തിന്റെ പി ഗോവിന്ദപിള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അരുന്ധതി റോയ്ക്കാണ്. അരുന്ധതി റോയിന്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. PG സംസ്കൃതി കേന്ദ്രത്തിന്റെ പി ഗോവിന്ദപിള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 22ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിൽ യുദ്ധക്കപ്പലിലെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസറായി ചുമതലയേൽക്കുന്നത് ആര്? പ്രേരണ ദിയോസ്തലി. ഓക്കെ, പ്രേരണ ദിയോസ്തലിയുടെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിൽ തന്നെ യുദ്ധക്കപ്പലിലെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസറായി ചുമതലയേൽക്കുന്നത് പ്രേരണ. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ. 13ാമത് സീനിയർ പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത്? 13ാമത് സീനിയർ പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആര്? പഞ്ചാബ് ടീം. ഓക്കെ, ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ. 2023 ലോകകപ്പ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വേദി. 2023 ലോകകപ്പ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ്, വോളിബോൾ ആണ്, വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വേദി ബംഗളൂരു, ഇന്ത്യ. ബാംഗ്ലൂർ ഓഫ് ഇന്ത്യ. 2023 ലോകകപ്പ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വേദി ഇന്ത്യയിലെ ബാംഗ്ലൂരിലാണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. ചോദ്യം 25. ലോക മണ്ണ് ദിനം 2023 അല്ലെങ്കിൽ വേൾഡ് സോയിൽ ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്ന്? എല്ലാ വർഷവും ഡിസംബർ 5-ന് ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നു. 26ാമത്തെ ക്വസ്റ്റ്യൻ അതേപോലെ ഡിസംബർ 5-ന് ഇന്റർനാഷണൽ വോളണ്ടിയർ ഡേ ആയിട്ട് ആചരിക്കുന്നു. അന്താരാഷ്ട്ര സന്നദ്ധ ദിനം, അന്താരാഷ്ട്ര സന്നദ്ധ ദിനമായിട്ട് ആചരിക്കുന്നു. ഇന്റർനാഷണൽ വോളണ്ടിയർ ഡേ ആയിട്ട് ഡിസംബർ 5-ന് ആഘോഷിക്കുന്നു. ലോകമെമ്പാടുമുള്ള സന്നദ്ധ സേവകരുടെ അപാരമായ സംഭാവനകളെ ആഘോഷിക്കുന്ന ഒരു വാർഷിക പരിപാടിയാണ് ഡിസംബർ 5-ന് ലോക അന്താരാഷ്ട്ര സന്നദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 27ാമത്തെ ചോദ്യമാണ്. 2023 വാക്കായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് തിരഞ്ഞെടുത്ത
തിരഞ്ഞെടുത്ത വേർഡ് ഏതാണ്? 2023 വേർഡ് ബൈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് തിരഞ്ഞെടുത്തത് റിക്സ് എന്നുള്ള വേർഡാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 28. 2023 ഡിസംബറിൽ സ്ഫോടനം നടന്ന ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതത്തിന്റെ പേര്? മൗണ്ട് മറാപ്പി. മൗണ്ട് മറാപ്പിയുടെ ഇമേജ് ആണിത്. ഓക്കെ, 2023 ഡിസംബറിൽ സ്ഫോടനം നടന്ന ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതത്തിന്റെ പേര് മൗണ്ട് മറാപ്പി. ഓക്കെ, 29 ക്വസ്റ്റ്യൻ. തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനാകുന്നത് ആര്? രേവന്ത് റെഡ്ഡി. രേവന്ത് റെഡ്ഡിയാണ് തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രി. ഓക്കെ, 30ാമത്തെ ക്വസ്റ്റ്യൻ. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഉദ്ഘാടന ചിത്രം ഏത്? ഗുഡ് ബൈ ജൂലിയ. ഗുഡ് ബൈ ജൂലിയ. ഓക്കെ, ഗുഡ് ബൈ ജൂലിയാണ് 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഗുഡ് ബൈ ജൂലിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 31ാമത്തെ ചോദ്യം. 2023 കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി സമഗ്ര സംഭാവന പുരസ്കാര ജേതാവ്? 2023 കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി സമഗ്ര സംഭാവന പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ള. ഓക്കെ, 2023 കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി സമഗ്ര സംഭാവന പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ള. ഓർത്തു വയ്ക്കുക. 32ാമത്തെ ചോദ്യം. മഹാപരിനിർവാൺ ദിവസ്. മഹാപരിനിർവാൺ ദിവസ് 2023 ഓക്കെ ഡിസംബർ 6-നാണ്. ഡോക്ടർ BR അംബേദ്കറിന്റെ ചരമവാർഷികത്തെ അനുസ്മരിക്കുന്നതിനാണ് മഹാപരിനിർവാൺ ദിവസം ആഘോഷിക്കുന്നത്. ഓക്കെ, മഹാപരിനിർവാൺ ദിവസം എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കറിന്റെ ചരമവാർഷികത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഡിസംബർ 6. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 33ാമത്തെ ചോദ്യം. പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഗ്രാം മൺചിത്ര GIS ആപ്പ് പുറത്തിറക്കി. ഓക്കെ, മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ലോഞ്ചസ് ഗ്രാം മൺചിത്ര GIS ആപ്പ്. സോ ഈ ആപ്പിന്റെ പേര് ഓർത്തു വെക്കുക, ഗ്രാം മൺചിത്ര. ഓക്കെ, ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുന്നതിനും ഗ്രാസ് റൂട്ട് സ്പെഷ്യൽ ആസൂത്രണം മെച്ചപ്പെടുത്തുന്നതിനുമായി പഞ്ചായത്തി രാജ് മന്ത്രാലയം GIS ആപ്പ്, ഗ്രാം മൺചിത്ര, മൊബൈൽ സൊല്യൂഷൻ, ആക്ഷൻ സോഫ്റ്റ് തുടങ്ങിയ ടൂളുകൾ പുറത്തിറക്കി. ഓക്കെ, സോ ഗ്രാം മൺചിത്ര ആപ്പ് GIS ആപ്പ് ലോഞ്ച് ചെയ്തത് മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് എന്ന് ഓർത്തുവയ്ക്കുക. അതേപോലെ മൊബൈൽ സൊല്യൂഷൻ, ആക്ഷൻ സോഫ്റ്റ് എന്ന് പറയുന്ന ടൂളും പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ, സോ അടുത്ത ചോദ്യം 34ാമത്തെ ചോദ്യം. മിസോറാം മുഖ്യമന്ത്രിയായി ലാൽദുഹോമ ചുമതലയേൽക്കും. ഓക്കെ, മിസോറാമിന്റെ പുതിയ മുഖ്യമന്ത്രി ലാൽദുഹോമ എന്ന് ഓർത്തു വെക്കുക. സോറോം പീപ്പിൾസ് മൂവ്മെന്റ് നേതാവും നിയമസഭാ കക്ഷി നേതാവുമായ ലാൽദുഹോമ ഡിസംബർ 8-ന് മിസോറാമിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. 35ാമത്തെ ചോദ്യം. മേഘാലയയിലെ ലക്ഡോങ് മഞ്ഞളും മറ്റു ചില ഉൽപ്പന്നങ്ങളും ഭൂമിശാസ്ത്രപരമായ സൂചന GI ടാഗ് നൽകി. ഓക്കെ, ലക്ഡോങ് മഞ്ഞളിനോടൊപ്പം മേഘാലയയിൽ നിന്നുള്ള 3 ഉൽപ്പന്നങ്ങൾ കൂടി GI ടാഗ് നൽകി ആദരിച്ചു. ഗാരോ ദഗ്മണ്ട പരമ്പരാഗത വസ്ത്രം, ലാർനൈ മൺപാത്രങ്ങൾ, ഗാരോ ചുംബിച്ചി പാനീയം എന്നിവയാണ് മേഘാലയയിൽ നിന്നുള്ള അടുത്ത 3 കാറ്റഗറിക്ക് GI ടാഗ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ മേഘാലയയിലെ ലക്ഡോങ് മഞ്ഞൾ മേഘാലയയിലെ ലക്ഡോങ് മഞ്ഞൾ, അതേപോലെ ഗാരോ ദഗ്മണ്ട അതൊരു പരമ്പരാഗതമായിട്ടുള്ള വസ്ത്രമാണ്, ലാർനൈ മൺപാത്രങ്ങൾ, ഗാരോ ചുംബിച്ചി മദ്യപാനീയം എന്നിവയ്ക്കാണ് GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. 36ാമത്തെ ചോദ്യം. ഗുജറാത്തിലെ ഗർഭ നൃത്തം യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് പട്ടികയിൽ ഇടം നേടി. സോ ഗർഭ നൃത്തം ഏത് സ്റ്റേറ്റിലെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗുജറാത്തിലെ ഗർഭ നൃത്തം ഓക്കെ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് പട്ടികയിൽ ഇടം നേടി. സോ ഇതാണ് ഗർഭ നൃത്തത്തിന്റെ ഒരു പിക്ചർ ആണ്. ഇനി 37ാമത്തെ ചോദ്യം. ടൈം മാഗസിൻ 2023 അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം ആർക്ക് കിട്ടി? ലയണൽ മെസ്സി. ഓക്കെ, ടൈം മാഗസിൻ
2023 അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയത് ലയണൽ മെസ്സി, അർജന്റീനയുടെ ഫുട്ബോളർ ആയിട്ടുള്ള ലയണൽ മെസ്സി. ഓക്കെ, അടുത്ത ചോദ്യം 38ാമത്തെ ചോദ്യമാണ്. അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ദിനം 2023. അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ദിനം 2023 ഏത് ദിവസമാണ് ആചരിക്കുന്നത്? ഡിസംബർ 7-നാണ്. 1944 ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ സ്ഥാപിതമായതിനാൽ ഡിസംബർ 7-ന് അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ദിനമായിട്ട് ആചരിക്കുന്നു. ഓക്കെ, ആഗോള ഏവിയേഷൻ വികസനത്തിനായുള്ള ഇന്നൊവേഷൻ അഡ്വാൻസിംഗ് എന്നാണ് ഈ വർഷത്തിന്റെ തീം. ആഗോള ഏവിയേഷൻ വികസനത്തിനായുള്ള ഇന്നൊവേഷൻ അഡ്വാൻസിംഗ് എന്നാണ് ഈ വർഷത്തെ തീം. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷന്റെ തീം ഇതാണ്, ഓർത്തു വയ്ക്കുക. ഇനി 39ാമത്തെ ചോദ്യം. 2022 ആഗോള കാർബൺ ബഹിർഗമനത്തിൽ ഒന്നാമതായുള്ള രാജ്യം ഏതാണ്? ചൈന. 2022 ആഗോള കാർബൺ ബഹിർഗമനത്തിൽ ഒന്നാമതായുള്ള രാജ്യം ഏതാണ്? ചൈന. അടുത്ത ചോദ്യം 40ാമത്തെ ചോദ്യമാണ്. സിയാച്ചിൻ ആദ്യമായി നിയമിതമായ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ. സിയാച്ചിൻ കേട്ടിട്ടില്ലേ? സിയാച്ചിൻ ഓക്കെ, സിയാച്ചിൻ ഗ്ലേഷ്യർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സോ സിയാച്ചിനിൽ ആദ്യമായി നിയമിതമായ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ. അടുത്ത ചോദ്യം 41ാമത്തെ ചോദ്യം. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം IFFK സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ജേതാവായത് കെനിയൻ സംവിധായകനായിട്ടുള്ള വനൂരി കഹിയു. സോ 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം IFFK നടന്നു. അതിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ജേതാവായത് കെനിയൻ സംവിധായകനായിട്ടുള്ള വനൂരി കഹിയു. ഓക്കെ, ഇനി 42ാമത്തെ ചോദ്യം. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മാസ്റ്ററിംഗിലെ സേവനം പരിഗണിച്ച് 2023 നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതി അക്ഷയ. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മാസ്റ്ററിംഗിലെ സേവനം പരിഗണിച്ച് 2023 നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതി അക്ഷയ. 43ാമത്തെ ചോദ്യം. സർക്കാർ സ്കൂളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1-ാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനം കേരളം. 2-ാം സ്ഥാനം ഗുജറാത്ത്. 3-ാം സ്ഥാനം രാജസ്ഥാൻ. സർക്കാർ സ്കൂളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1-ാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനം കേരളം. 44ാമത്തെ ചോദ്യം. സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേര്? ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ ആണ് സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേര്. ഓക്കെ, ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. ചോദ്യം 45. ഗൂഗിൾ പുതിയതായി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ പേര്? ഗൂഗിൾ പുതിയതായിട്ട് പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ പേര് ജെമിനി ആണ്. ഓക്കെ, ജെമിനി. ഓക്കെ, ഇനി 46ാമത്തെ ചോദ്യം. ജമ്മു കാശ്മീരിലെ യൂത്ത് വോട്ടർ അവയർനെസ് അംബാസിഡറായി അടുത്തിടെ നിയമിക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റൈന. ജമ്മു കാശ്മീരിലെ യൂത്ത് വോട്ടർ അവയർനെസ് അംബാസിഡറായി അടുത്തിടെ നിയമിക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റൈന. ഓക്കെ, 47ാമത്തെ ചോദ്യം. ഫെഡറൽ ബാങ്ക് ഓഫ് ദ ഇയർ 2023 അവാർഡിന് അർഹമായി. സോ ഫിനാൻഷ്യൽ ടൈംസിന്റെ കീഴിലെ പ്രശസ്തമായ പ്രസിദ്ധീകരണമായ ദ ബാങ്ക് ഓഫ് ദ ഇയർ ഇന്ത്യ എന്ന അഭിമാനകരമായ പദ്ധതി ഫെഡറൽ ബാങ്കിന് സ്വന്തമായി. ഓക്കെ, സോ ഫെഡറൽ ബാങ്ക് ആണ് ബാങ്ക് ഓഫ് ദ ഇയർ 2023. അടുത്ത ചോദ്യം 48ാമത്തെ ചോദ്യം. മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10-നാണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ മഹത്തായ ആഗോള പ്രതിബദ്ധതയുടെ 75ാമത് വാർഷികമാണ് 2023 കുറിക്കുന്നത്. ഓക്കെ, മനുഷ്യാവകാശ ദിനം ഡിസംബർ 10-ന് 75ാം വാർഷികമാണ്. ഓക്കെ, അടുത്ത ചോദ്യം 49ാമത്തെ ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം എന്ന്? എല്ലാ വർഷവും ഡിസംബർ 9-ന് അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം ലോകമെമ്പാടും ആഘോഷിക്കുന്നു. ഡിസംബർ 9. 50ാമത്തെ ക്വസ്റ്റ്യൻ. 2023 ഡിസംബറിൽ അന്തരിച്ച കേരളത്തിലെ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്റെ പേര്?
പി എ രാമചന്ദ്രൻ. 2023 ഡിസംബറിൽ അന്തരിച്ച കേരളത്തിലെ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആര്? പി എ രാമചന്ദ്രൻ. ഓക്കെ. സോ നമ്മുടെ ഡിസംബർ 1 തൊട്ട് 10 വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ആൻഡ് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.